ഇന്നലെ വരെ സർക്കാരിനെതിരെ വിഴിഞ്ഞം പ്രശ്നത്തിൽ ആഞ്ഞടിച്ച CPM പക്ഷേ ഇന്ന് ഈ വിഷയത്തിൽ ചർച്ചയ്ക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഞാനൊരു ഒറ്റ കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. വിഴിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ സഖാവ് പിണറായി വിജയൻ 52 മിനിറ്റുള്ള ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട്. VD സതീശൻ ഈ വിഷയം മാത്രമല്ല പല വിഷയങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾക്കും വളരെ കൃത്യവും വസ്തുനിഷ്ഠവുമായിട്ടുള്ള മറുപടിയാണ് സഖാവ് പിണറായി വിജയൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവിടെ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇത് എത്ര മാധ്യമങ്ങൾ ഈ 52 മിനിറ്റ് നീണ്ടുനിന്ന ഈ പത്രസമ്മേളനം എത്ര മാധ്യമങ്ങൾ, നിങ്ങൾ ഉൾപ്പെടെയുള്ള എത്ര മാധ്യമങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണോ ശ്രീ മറുപടി? തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് സംസാരിക്കുന്നത്. VD സതീശൻ പറഞ്ഞ പല കാര്യങ്ങളെയും എണ്ണമിട്ട് വളരെ വസ്തുനിഷ്ഠമായിട്ട് അതിന് മറുപടി പറയുകയാണ്. ഇത് കേരളം അറിയണ്ടേ? നിങ്ങളൊക്കെ അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. ആ സമയത്ത് ഇവിടെ നമ്മൾ ഫുട്ബോൾ മത്സരം ലൈവ് ടെലികാസ്റ്റ് കൊടുത്തോണ്ടിരിക്കുകയല്ല. ആ സമയത്ത് എന്താണ് നടന്നത്? കൃത്യമായി 11:26 പിണറായി വിജയൻ അദ്ദേഹം മീഡിയ കാണാൻ നിൽക്കുന്നത്. 11 മണിക്കാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷന്റെ ഒരു ക്ലോക്ക് ടവർ തകർന്നു വീഴുന്നത്. ആ വിവരം 11:28 ഞങ്ങളുടെ റിപ്പോർട്ടർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ പറയുന്ന പ്രകാരം ഏറ്റവും കൂടുതൽ കാണിച്ച ചാനലുകൾ എന്റെ പേര് മനോരമ ന്യൂസ് എന്നാണ്. 8 മിനിറ്റ് എന്നാണ്. ഞാൻ വിചാരിക്കുന്നത് സത്യം പറഞ്ഞ ആ സമയത്ത് 8 മിനിറ്റ് പോലും പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം അല്ല കൊടുക്കേണ്ടതെന്നാണ്. ഇവനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല, അത്ര വിശാലമായിട്ട് ചിന്തിക്കണമെങ്കിൽ അതിനുള്ള മനസ്സും വേണം. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അവിടുന്ന് പെട്ടെന്ന് വിവരങ്ങൾ വരുന്നുള്ള താമസം കൊണ്ടാണ്. അല്ലല്ല, ഒരു മിനിറ്റ് നാട്ടിൽ നടക്കുന്ന ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് സാർ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുക. നോക്കൂ, പിണറായി വിജയൻ ഇക്കാര്യം പറഞ്ഞു. അത് ഇന്നലെ നമ്മൾ വാർത്തയാക്കിയിട്ടുണ്ട്. ഇന്നും ചർച്ച ചെയ്യാണ്. ഇന്നലത്തെ എല്ലാ വാർത്തകളും, ബ്രേക്കിംഗ് ന്യൂസ്, നമ്മുടെ വാർത്തകളിലൊക്കെ പിണറായി വിജയൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വാർത്തയായി. ഈ 52 മിനിറ്റ് വാർത്താ സമ്മേളനം കൊടുത്തില്ല എന്ന് പറയുന്നത് തീർത്തും അയുക്തിയാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഒരു കാരണവശാലും അത് ഉന്നയിക്കാൻ പാടില്ലാത്താണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ആ ദിവസം ഒരു വർക്കിംഗ് ഡേയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ താളം തെറ്റിയവർ എത്ര കണക്കിന് ആളുകളാണ്, 100 കണക്കിന് ആളുകളാണ് ഇന്നലെ വഴിയിലായി പോയത്. എപ്പോ വരെ? പാതിരാത്രി വരെ. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? ജനശതാബ്ദി എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഡെയിലി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കും കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്കും വന്നു പോകുന്ന മനുഷ്യരൊക്കെ പെരുവഴിയിലായി പോയി. 100 കണക്കിന് സഞ്ചരിക്കുന്ന യാത്രക്കാർ, ആയിരക്കണക്കിന് അവരുടെ ബന്ധുക്കൾ, സിബ്ലിങ്സ്, അവരുടെ റിലേറ്റീവ്സ് തുടങ്ങിയ ആളുകളൊക്കെ പ്രതിസന്ധിയിലായ ഒരു പ്രശ്നം വരുമ്പോ ഏത് മാധ്യമ പ്രവർത്തന പാഠമാണ് സാർ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്? കഷ്ടം. അത് കൊടുക്കണ്ട എന്നല്ല പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര പ്രാധാന്യമുള്ള ലൈവ് ടെലികാസ്റ്റുകൾ കൊടുക്കണ്ട എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഈ കാര്യത്തിൽ എന്റെ മനസ്സലി ഞാനൊരു മനുഷ്യനല്ലേ? അല്ലടാ ആണ്. അതിന്റെ പിന്നിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലല്ല, അതുകൊണ്ട് തന്നെ അത് കൊടുത്തില്ല, 52 മിനിറ്റ് കാണിച്ചില്ല എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ആരോപണം കൂടിയാണ് ശ്രീ രാജേഷ് ചെറുപ്പാട്. എന്ന് മാത്രമല്ല, ഇപ്പോ ഈ കൈരളി ചാനൽ 52 മിനിറ്റും കാണിച്ചു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്ത് മാധ്യമമാണ് അവര് ചെയ്തതെന്നുള്ള ഒരു സംശയം ഒരു മാധ്യമപ്രവർത്തകനിലേക്ക് എനിക്കുണ്ട്. 52 മിനിറ്റ് ഒരു നാട്ടിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വലിയ അപകടം ഉണ്ടായിട്ട് അത് മൈൻഡ് ചെയ്യാൻ പിണറായി വിജയന് തന്നെ ലൈവ് കൊടുത്തോണ്ടിരുന്നു പറഞ്ഞാൽ അതെന്ത് മാധ്യമ പ്രവർത്തനമാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. നിങ്ങൾ ഇത് തന്നെ പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതായത് 52 മിനിറ്റ് കൊടുക്കണം എന്നുള്ളതല്ല, അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ കൊടുക്കണം. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഈ കാര്യത്തെ അവഗണിക്കുന്നത്? ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന അവഗണിച്ചില്ല എന്നുള്ളതാണ് എന്റെ പോയിന്റ് സാർ. എറിഞ്ഞാൽ കൊള്ളില്ലാത്തത് തിരിച്ചെടുക്കൂ, എറിഞ്ഞാൽ കൊള്ളില്ലാത്ത ആയുധം തിരിച്ചെടുക്കൂ. ഇത് നിൽക്കില്ല, ഈ വാദം അങ്ങനെ ഉന്നയിക്കണ്ട. ഇത് നിൽക്കുന്ന കാര്യമല്ല. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ, കുത്തിയെന്നുണ്ടല്ലോ. അല്ല നിൽക്കും. അത് നിൽക്കുന്നതുകൊണ്ടാണല്ലോ പറയുന്നത്. അത് നിങ്ങൾ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ചോദിച്ചോണ്ട്, ഇത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പത്രസമ്മേളനമല്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് സംസാരിക്കുന്നത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ പല വിധത്തിലുള്ള ആരോപണങ്ങൾക്ക് മറുപടിയാണ് പറയുന്നത്. അത് കേരളം ശ്രദ്ധിക്കേണ്ടതാണ്. കേരളം ശ്രദ്ധിക്കും. അപ്പൊ മാധ്യമങ്ങൾ മുഴുവൻ സമയം കൊടുക്കാത്തതുകൊണ്ട് അത് ശ്രദ്ധിക്കാതെ പോയിട്ടില്ല എന്ന് മാത്രമാണ് പോയിന്റ്. അങ്ങ് അതിൽ നിൽക്കാതെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് വരൂ. അതിലെന്ത് മെറിറ്റ് ഉന്നയിക്കുന്ന എന്ത് മെറിറ്റ് ആണ്? ആ വിഷയം എവിടെയാണ് പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടുന്നത്? ഇന്നലെ ഈ സമയത്ത് പിണറായി വിജയൻ ചോദ്യങ്ങളാണ് ഈ പോയിന്റ് ഞാനിവിടെ ചർച്ച ചെയ്തത് സാർ. അതുകൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ പോയിട്ടില്ല. അങ്ങ് അത് വിടൂ. എന്തിനാടോ നായരെ വെറുതെ
എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ. നിങ്ങൾ ഒരു കാര്യം പറയും, മറ്റൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ ഉന്നയിക്കാൻ ശ്രമിച്ചത്, ഞാൻ അത് പറഞ്ഞു വരുന്ന ഒരു വിഷയത്തിലേക്ക് നമ്മൾ, അതായത് ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ താങ്കൾ ഉന്നയിച്ച ഒരു വിഷയത്തിന്റെ ഒരു പറഞ്ഞു തുടങ്ങിയ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അത്. ആ ഇൻട്രൊഡക്ഷനിൽ പിടിച്ചിട്ട് അത് തന്നെ വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചർച്ച എത്താതെ പോകും. അത് ശരി, ഇപ്പൊ ഞങ്ങളുടെ കുഴപ്പമായ. ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ലൈവായി ചെയ്തിട്ടുള്ള ഒരു പത്രസമ്മേളനത്തെ വേണ്ട രീതിയിൽ അർഹമായ പരിഗണനയോടുകൂടി ഗൗരവത്തോടുകൂടി കൊടുക്കാത്തത്, എന്ത് കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ്, ആയിക്കോട്ടെ. അതിന്റെ ഒരു രാഷ്ട്രീയമുണ്ട്, അതൊക്കെ നമുക്കറിയാം. ഇത് വലിയ കഷ്ടമായി പോയല്ലോ. വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തിന്റെ വളരെ കൃത്യമായിട്ടുള്ള മറുപടി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ള ഒരു മറുപടിയാണത്. ആ മറുപടി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ട്. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായി. CPM-ന്റെ ആഭ്യന്തരമായ എന്തോ വലിയ കലഹങ്ങളുണ്ട്, വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള തരത്തിലേക്ക് ഈ വിഷയത്തെ ഉണ്ടോന്ന് ചോദിക്കുകയാണ്. കപ്പൽ ഉലയുന്നോ എന്നാണ് ചോദ്യം. ഉണ്ടോ എന്ന്? അല്ലല്ല, അതാണ് അത്. ആലങ്കാരികമായ ഭാഷകൾ കൊണ്ടൊന്നും ഇതിൽ ഈ ഇത്തരത്തിലുള്ള വിഷയത്തെ നിർമ്മിച്ചെടുക്കാൻ കഴിയില്ല. അതാ ഞാൻ പറഞ്ഞത്. ഈ വിഷയത്തിൽ പിണറായി വിജയൻ തന്നെ ഇത്ര ഗൗരവത്തിൽ ഏറ്റെടുത്ത വിഷയം പ്രശ്നമായി തോന്നാത്ത എന്താണ്? സ്ട്രൈറ്റ് ആണ് ചോദ്യം. അല്ല, ചവിട്ടിയതാണില്ല. ഗോവിന്ദൻ മാഷും EP ജയരാജനും ശൈലജ ടീച്ചറും പിന്നെ PK ശ്രീമതി ടീച്ചറും KK രാഗേഷും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയം എന്താണ്? ഇതിനകത്തൊരു കാര്യമുണ്ട്. ദിവ്യ IAS പോലുള്ള കോൺഗ്രസിന്റെ ലീഡറായിട്ടുള്ള വലിയ കുടുംബത്തിൽ നിന്ന് വരുന്ന ശബരിനാഥിന്റെ പത്നിയായിട്ടുള്ള ദിവ്യ AS അയ്യരെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ MD ആക്കുന്ന LDF ആണ്. ശരി, അതിൻ്റെതായ വിശാലമായ അർത്ഥത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ UDF ഭരിക്കുമ്പോൾ ഇത്ര ധൃതിപ്പെട്ട് മാറ്റുന്നതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. അത് വസ്തുതയാണ്, അത് സംശയിക്കേണ്ടി വരും. എന്താ കാരണം? അല്ലല്ല, ഒരു സെക്കൻഡ്. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ക്ഷമിക്കണം, CPM-ന് മൊത്തത്തിൽ ഏകാഭിപ്രായം ഉണ്ടോന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ സ്വാഭാവികമാണെന്ന് KK ശൈലജ, ഇത് പറഞ്ഞ ആൾ വിശദീകരിക്കലേ എന്ന് PK ശ്രീമതി. ഈ വിഷയത്തെ തൊടാതെ EP ജയരാജൻ പറയുന്നവർ പറയും എനിക്ക് അഭിപ്രായമില്ലെന്ന് EP ജയരാജൻ. 3 CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ. അതേക്കുറിച്ച് അങ്ങ് പറയൂ. ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം പറയാം. അല്ല, അപ്പോൾ 15 കോടി രൂപ അദാനി പോർട്ടിന് പിഴയടക്കുകയും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഡീലുകൾ സംശയാസ്പദമായ രീതിയിൽ ഈ UDF കുടുംബത്തിൽ നിന്ന് വരുന്ന ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പല ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളെ മാറ്റുന്നത് പോലെയോ രാജിവെപ്പിക്കുന്നത് പോലെയോ ഉള്ളൊരു കാര്യമല്ലത്. എന്നിട്ട് അപ്പം ഇതിനകത്ത് സംശയാസ്പദമായ ചില കാര്യങ്ങളുണ്ട്. പിണറായി വിജയൻ ആവർത്തിച്ചുന്നയിച്ചൊരു പ്രശ്നത്തിൽ ജയരാജൻ അതിനോട് യോജിക്കുന്നില്ല. ആ ജയരാജനോടൊപ്പമാണ് ഞാനെന്നൊരു കേന്ദ്ര കമ്മിറ്റി അംഗം പറയുന്നത്. നമ്മൾ സമീപകാലത്ത് കേട്ടിട്ടുണ്ടോ സാർ ഇങ്ങനൊരു സെനാരിയോ? എന്താ അതിനർത്ഥം? അത് പറയൂ അങ്ങ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ പ്രശ്നമുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത റൗണ്ടിലേക്ക് ആ പ്രശ്നം ഒന്ന് പരിഹരിച്ചിട്ട് അങ്ങേക്ക് വരാൻ ശ്രമിക്കാം. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ.